ലോസ് ഏഞ്ചൽസിലെ അനധികൃത കുടിയേറ്റ റെയ്ഡ് തുടരാൻ അനുമതി നൽകി US സുപ്രീം കോടതി. കുടിയേറ്റക്കാർക്കെതിരായ ട്രംപിന്റെ നടപടികൾ നിർത്തിവെക്കാൻ US ഫെഡറൽ കോടതി ഉത്തരവിട്ടിരുന്നു. സുപ്രീം കോടതിയിലെ 9 അംഗ ബെഞ്ചിലെ 6 ജഡ്ജിമാർ കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള റെയ്ഡ് തുടരാൻ അനുകൂല നിലപാട് സ്വീകരിച്ചു. 3 പേർ എതിർത്തു. വിധിയെ വൈറ്റ് ഹൌസ് സ്വാഗതം ചെയ്തു. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ തുടരുമെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഐസൻ ജോസാണ് ചേർന്നത്. ഐസൻ, അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടിയുമായി ട്രംപ് ഭരണകൂടം നേരത്തെ തന്നെ മുന്നോട്ട് പോയതാണ്. ആ നടപടികൾ കൂടുതൽ കടുപ്പിക്കുകയാണോ? ഈ നടപടികൾ കടുപ്പിക്കുന്നു എന്നതിനപ്പുറം നടപടികൾ തുടരുന്നതിനുള്ള ഒരു അനുമതി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ട്രംപിന് ലഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ നമുക്കറിയാവുന്നത്, രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ US ഒരു ഫെഡറൽ കോടതി, ഒരു ജില്ലാ കോടതിയുടെ പദവിയിലുള്ള കോടതി ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നടത്തുന്നതിന് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. ആ നിയന്ത്രണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെങ്കിലും ഒരു വിദേശ ഭാഷ, സ്പാനിഷ് ഭാഷ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ്. സ്പാനിഷ് ഭാഷ സംസാരിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എത്നിക് ഒറിജിനുള്ളവരെയോ സംശയിക്കുന്നത് ശരിയല്ല എന്ന നിലപാടായിരുന്നു. സ്വാഭാവികമായും ഇത് ഈ റെയ്ഡുകളെല്ലാം തന്നെ നിർത്തിവെക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഇന്ന് തുടർന്നും ലോസ് ഏഞ്ചൽസിൽ ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനും അവരെ ഡിപ്പോർട്ട് ചെയ്യുന്നതിനും അല്ലെങ്കിൽ നാട് കടത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള പൂർണ്ണ അനുമതിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ലഭ്യമായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 9 അംഗ ബെഞ്ചിലെ 6 പേരും പൂർണ്ണമായും ഈ നിലപാടിനെ അനുകൂലിക്കുകയും 3 പേർ എതിർക്കുകയും ചെയ്തു. അതായത് അനധികൃത കുടിയേറ്റം കണ്ടെത്തുന്നതിനെ കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ICE എന്ന് പറയുന്ന വിഭാഗത്തിന് കൃത്യമായ അധികാരങ്ങൾ നൽകിയിരുന്നു ട്രംപ്. ഇത് ലോസ് ഏഞ്ചൽസിൽ നടപ്പാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വലിയ കലാപങ്ങളൊക്കെ പൊട്ടിപ്പുറക്കുകയും പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു വിധി ഉണ്ടാവുകയും ചെയ്തത്. ഈ വിധി നടപടികളെ നിശ്ചലമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വിധി നിശ്ചലമാക്കിയ പശ്ചാത്തലത്തെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായ നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരു അനുമതിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന സൂചന തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈറ്റ് ഹൌസ് തീരുമാനത്തെ സ്വാഗതം ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ലോസ് ഏഞ്ചൽസിലെ അനധികൃത കുടിയേറ്റ റെയ്ഡ് തുടരാൻ US സുപ്രീം കോടതി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ്. എന്തായാലും കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് ഭരണകൂടം നിലപാട് കടുപ്പിക്കുന്നതിനിടെയാണ് സുപ്രീം കോടതി കൂടി അത്തരത്തിൽ നിലപാട് കടുപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു അനുമതി നൽകുന്നത് എന്നുള്ളതാണ്. ഐസൻ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.